കോൺഫിഡൻസ് വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, മോട്ടിവേഷൻ വന്നിട്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ചാണ്. നമുക്ക് എങ്ങനെയാ കോൺഫിഡൻസ് പറഞ്ഞേ? ചെയ്തു കഴിയുമ്പോഴല്ലേ കോൺഫിഡൻസ് പറഞ്ഞേ? ഒരു കൊച്ചുങ്ങൾ എങ്ങനെയാ നടക്കാൻ പഠിക്കുന്നത്? ഇത് തിയറി അല്ല, റിയാലിറ്റിയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവര് നടക്കുന്നു വീഴുന്നു കോൺഫിഡൻസ് അല്ലെ. നമ്മളും കിഡ്സ് ആണ് പല ഏരിയകളിലും. കൊച്ചങ്ങളെ ഇത് തടയാൻ ആരുമില്ല, നമ്മളെ തടയാൻ നമ്മൾ തന്നെയുണ്ട്. കറക്റ്റ് അല്ലേ? കാരണം എന്താ? അത് നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന, ബ്രെയിൻ ലെവലിൽ നടക്കുന്ന മുമ്പ് നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഇൻപുട്ടുകൾ കിടത്തേക്കാണ്. ഇപ്പൊ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ ChatGPT ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ നമുക്ക് റിസൾട്ട് തരണേ? എന്റെ അറിവനുസരിച്ച് അതിൽ ഫീഡ് ചെയ്ത ഇൻഫർമേഷൻ ഉണ്ട്. ഗൂഗിളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇടുമ്പോൾ അതിൽ നിന്ന് അവർ സെർച്ച് ചെയ്യും. എന്നിട്ട് മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് സ്പിറ്റ് ഔട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ബ്രെയിനും ചെയ്യണേ. നമ്മുടെ ചെറുപ്പത്തിലും അപ്പോഴും ഏതെങ്കിലും സമയത്തൊക്കെ നമ്മുടെ ബ്രെയിനിൽ കോർ ചെയ്ത് വെച്ചാണ് ഇൻഫർമേഷൻ, ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻ മൈക്രോ സെക്കൻഡ് പോലും വേണ്ട ബ്രെയിൻ എടുത്ത് തരാൻ. ബ്രെയിൻ ഭയങ്കര പവർഫുൾ ആണ്, റൈറ്റ്? ഞാൻ തുടങ്ങിയാലോ? വേണ്ട ശരിയാവില്ല, പണ്ട് പണിയിട്ടതാ എന്ന് പറഞ്ഞ് നമുക്ക് വരും. നമ്മൾ ആക്ഷൻ ചെയ്ത് കഴിയുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ എല്ലാവരോടും പറയാനുള്ള എക്സാമ്പിൾ ഉണ്ട്. കോച്ച് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം. നിങ്ങൾക്ക് രാവിലെ പല്ലേക്ക് കയറില്ലേ? ടെൻഷൻ വരാറുണ്ടോ? ഇല്ല. ഹാർട്ട് റേറ്റ് കൂടാറുണ്ടോ? ഇല്ലല്ലോ. ബ്രീത്തിങ് കൂടി നമ്മൾ ടെൻഷൻ വരില്ലല്ലോ. കാരണം എന്താ? അതൊരു ഹാബിറ്റായി. നമ്മുടെ ബ്രെയിനിനറിയാം അതൊരു ത്രെട്ടല്ല. ചെറുപ്പത്തിൽ പിള്ളേരെ നമ്മൾ ആദ്യമായിട്ട് പല്ലേപ്പിക്കുമ്പോൾ ഇവരോട് കരയില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ അതിനൊരു ത്രെട്ടായിട്ട് കാണാണ്. വെറുതെ നിൽക്കണം, എന്നെ പിടിച്ച് ഒരു കോലെടുത്ത് വാറ്റ് കുത്തി ഇത് ചെയ്യാണ്. അപ്പൊ അവരതിനെ റിയാക്ട് ചെയ്യും. മനസ്സിലായി? അപ്പൊ നമ്മളെ അമ്മമാരും അല്ലെങ്കിൽ നമ്മള് പാരന്റ്സ് എന്ത് ചെയ്യും? അപ്പന്മാരായാലും അമ്മമാരായാലും ഓക്കെ മോനെ അത് പേടിക്കണ്ട, അത് ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവര് വേറെ ഇൻഫർമേഷൻ ഫീഡായി. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കൊച്ചിയായിരിക്കും ഓക്കെ ഈ പുള്ളി പറയുന്നത് കേൾക്കാം, നമ്മുടെ ഫാദറാണല്ലോ. അപ്പോ അവര് അതിനെ റെസിസ്റ്റ് ചെയ്താലും കേൾക്കും. ഇതൊരു റിപ്പീറ്റഡ്ലി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് അതൊരു പ്രശ്നമല്ല. പിന്നെ പല്ലേക്കുമ്പോൾ ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ തന്നെ തേക്കാനും അവർക്ക് പ്രശ്നമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിലും വർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിലാവും. എന്തെങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം പുതിയത് തുടങ്ങണതോ വർക്കിലോ ലൈഫിലോ എന്തിലോ ആയിക്കോട്ടെ, ഈ ഹിൻഡ്രൻസ് നമുക്ക് വരും. കാരണം എന്താ? നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളോട് പറയാം അത് പേടിക്കേണ്ട കാര്യം ചെയ്തു നോക്കട്ടെ. ചെയ്തു നോക്കി കഴിയുമ്പോൾ ബ്രെയിൻ പഠിക്കാം അത് വലിയ കുഴപ്പമില്ല, ഇത് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാനില്ല. അപ്പൊ അത് ത്രെട്ടല്ലേ? ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും, വീണ്ടും ചെയ്യാണ്. അപ്പോഴും ബ്രെയിൻ പറയും ഓ അത്ര പ്രോബ്ലം ഇല്ലല്ലോ. ഓവർ ദ ടൈം നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സംഗതി ബ്രെയിന് മനസ്സിലാവും, ഇത് സംഗതി ഓക്കെയാണ്, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കേസല്ല. അപ്പൊ ബ്രെയിൻ വിടും, ആ കേസ് വിടും. പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ ബ്രെയിൻ നമ്മളെ പേടിപ്പിക്കില്ല. നമ്മളെ പേടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പേടിക്കില്ല.